വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒത്തിരി നാളായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്കിപ്പോൾ ഇവിടെ ഭയങ്കര ഡ്യൂട്ടീസാണ്. പിള്ളേരൊക്കെ വലുതായി തുടങ്ങിയില്ല, അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ ഡ്യൂട്ടീസൊക്കെ ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം FSCയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി. കാരണം ഞാനിപ്പോൾ FSC നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം അധികം ആൾക്കാർക്കും അത് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ FSC നോക്കുന്ന സ്റ്റുഡൻസിനാണ്. നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് FSC മാറാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം ഹെൽപ്ഫുൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കിത് കേട്ടപ്പം അയ്യോ ഇതെനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നല്ലോ എന്ന് തോന്നിപ്പോയി. അപ്പം ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ജർമ്മനിയിൽ 3 ഓർഗനൈസേഷൻ ഉണ്ട് മെയിനായിട്ട്, കുറച്ച് ഫേമസ് ആയിട്ടുള്ളത്. ഒന്ന് ഡയക്കോണി, പിന്നെ കാരിത്താസ്, പിന്നെ DRK. എനിക്കൊന്ന് അധികം ആൾക്കാർക്കും DRK ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ ജർമ്മനിയിൽ FSC, BFD അതുപോലെ വോളണ്ടിയറിംഗ് സർവീസ് കൊടുക്കുന്ന പ്രോഗ്രാം ചെയ്യുന്ന 3 ഓർഗനൈസേഷനാണ്. ഡയക്കോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയാക്കോണി എന്നാണ് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്. ഡിയാക്കോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പം കുറച്ചും കൂടെ എന്താ പറയുക, അവർക്ക് ക്രിസ്ത്യൻ ബേസ്ഡ് ആയതുകൊണ്ട് ഈ കുറച്ചും കൂടെ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ച് അധികമായിട്ട് ആ ഓർഗനൈസേഷൻ ഉണ്ടാവും. കാരിത്താസ് എന്ന് പറഞ്ഞാലും ഒരു കത്തോലിക് ബേസ്ഡ് ആണ്, പക്ഷെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. പിന്നെ DRK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ക്രോസ്, അതാണ്. അപ്പം ഇത് മൂന്നിനും 3 തരത്തിലാണ് നമുക്ക് പോക്കറ്റ് മണി കിട്ടുന്നതെന്ന് ഞാനിപ്പോൾ ഈ അടുത്ത് അറിഞ്ഞു. ഞാൻ എപ്പോഴും ഓർത്തു ഡിയാക്കോണി, കാരിത്താസ്, DRK ഒക്കെ ഒരുമിച്ച് ഒരുപോലെയാണ്. നമുക്ക് ജർമ്മനിയിൽ FSCക്ക് മാക്സിമം 450 യൂറോ കിട്ടുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല ഗൈസ്. അപ്പം ഡിയാക്കോണിയിൽ സത്യം പറഞ്ഞാൽ FSCക്ക് ശരിക്കും 1200 നിയർലി അത്രയും യൂറോ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ FSCക്ക് നമുക്ക് പോക്കറ്റ് മണി കിട്ടുക. നമ്മുടെ കോൺട്രാക്റ്റിലാണെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷേ കുറേ ടാക്സ് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ 450 യൂറോ നമുക്ക് കിട്ടുന്നത്. അത്രയല്ല ശരിക്കും നമുക്ക് കിട്ടണ്ടേ. അപ്പം ഈ ഡിയാക്കോണിയിൽ സത്യം പറഞ്ഞാൽ ഇവര് നമുക്ക് ഫ്രീ അക്കോമഡേഷൻ തരും, ഫുഡ് തരും, ചിലയിടത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ്. അതും അവർ നമുക്ക് ചെയ്തു തരും, ഇൻഷുറൻസ് ചെയ്തു തരും. ഇത്രയൊക്കെ ചെയ്താലും അവർ നമുക്ക് ബാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു 700-800 അടുത്ത് നമുക്ക് പോക്കറ്റ് മണി കിട്ടും ഡിയാക്കോണിയിലാണെന്നുണ്ടെങ്കിൽ. അത്രയും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ കാരിത്താസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 500 യൂറോ തൊട്ട് 600 യൂറോയുടെ ഉള്ളിലേ കിട്ടുള്ളൂ. പിന്നെ DRKയിലാണെന്നുണ്ടെങ്കിലും ഒരു 500 യൂറോ, അതായത് 450 തൊട്ട് 500 യൂറോയുടെ ഇടയ്ക്കേ കിട്ടുള്ളൂ. അപ്പം എൻ്റെ അനിയത്തിയൊക്കെ DRKയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾക്ക് ഇതുപോലെ 480 യൂറോ ആണ് അവൾക്ക് കിട്ടുന്നത്. പക്ഷെ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് അവരാണ് നോക്കുന്നത്. അക്കോമഡേഷൻ എനിക്ക് തോന്നുന്നു, ഇൻഷുറൻസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അവർ 450 യൂറോ ആണ് അവർക്ക് കൊടുക്കുന്നത്. DRK പൊതുവെ അങ്ങനെയാണ് കൊടുക്കുക. പിന്നെ ഈ സിറ്റികൾ വേറെ ഈ വലിയ എക്സ്പെൻസീവ് അല്ലാത്ത സിറ്റികൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഇത്രേ കൊടുക്കുകയുള്ളൂ. പിന്നെ ഡിയാക്കോണിയിൽ എന്ന് പറഞ്ഞാൽ അവർ ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ 700 യൂറോ കൊടുക്കും. അങ്ങനെയാണ് ഡിയാക്കോണിയിൽ. ഇത് വലിയൊരു ഡിഫറൻസ് ആണ്. ഞാനാണെങ്കിൽ ഇപ്പം ഡിയാക്കോണിയിലാണ് എനിക്കിപ്പം നോക്കുന്നുണ്ട്. അപ്പം അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത്രയും ഒരു ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ DRKയിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ DRKയിൽ നമുക്ക് പണിയായിരിക്കും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് DRK. ഒരുപാട് പണിയെടുപ്പിക്കും, പക്ഷെ നമുക്ക് ഇത്ര സാലറി കിട്ടത്തുള്ളൂ. ഒരുപാട് പണിയെടുപ്പിക്കും. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേര് അറിയാം, ഈ DRKയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. അവർ പ്രായമുള്ളവർ മാത്രമല്ല നോക്കുന്നത്. ഒരുപാട് അവിടുത്തെ എല്ലാ സകലമാന കാര്യങ്ങളും, ചില മരത്തിൽ കയറി ആപ്പിൾ വരെ പറിക്കണം, അങ്ങനെ സകലമാന കാര്യങ്ങൾ അവർ ചെയ്യിപ്പിക്കും. നമുക്ക് ഭയങ്കര പണിയായിരിക്കും, പക്ഷെ നമുക്ക് ഇത്ര ഒരു എമൗണ്ടേ പോക്കറ്റ് മണിയായിട്ട് കിട്ടുള്ളൂ. പക്ഷെ ഡിയാക്കോണി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. FSC എപ്പോഴും ഹോസ്പിറ്റലിൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്നതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് കുറച്ച് കൂടുതലായിരിക്കും. അത് മാത്രമല്ല, ഈ ഹോസ്പിറ്റൽ FSC സ്റ്റുഡൻസിനും നേഴ്സിംഗ് സ്റ്റുഡൻസും ചെയ്യുന്ന കാര്യങ്ങൾ ഒരേപോലെ. അവർ രണ്ടുപേരും ഒരേ ഡ്യൂട്ടി അവിടെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നേഴ്സിംഗ് പിള്ളേർക്ക് കുറച്ചുകൂടെ എമൗണ്ട് കിട്ടും, കാരണം അവർ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നില്ല. അപ്പം അതുകൊണ്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ പരിപാടിയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, നമുക്ക് വലിയ പണി കാണത്തില്ല. ഈ ഓൾഡ് ഏജ് ഹോമിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമായതുകൊണ്ടും നമുക്ക് 1-2 പേരൊക്കെ ഒരു ഷിഫ്റ്റിനിടും. നമുക്ക് മുടിഞ്ഞ പണിയായിരിക്കും. ഇത്ര പേർക്കൂടെ 2 പേരൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ. പക്ഷെ ഹോസ്പിറ്റൽ അങ്ങനെയല്ല, ഒരുപാട് നേഴ്സുമാരും FSC സ്റ്റുഡൻസും എല്ലാവരും കാണും. അപ്പം നമുക്ക് ഒരുപാട് പണി കാണത്തില്ല. എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് ഡയക്കോണിയിലാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് ഇത്ര സാലറി കിട്ടും, അവർ നമുക്കെല്ലാം പ്രൊവൈഡ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഉണ്ട്.
അപ്പൊ അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഡിയാക്കോണിന് ഇത്ര എമൗണ്ട് കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, റിലീജിയസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടും ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അവർക്ക് ഫണ്ടിങ് കുറച്ച് കൂടുതൽ കിട്ടും. അത് മാത്രമല്ല അവർക്ക് ഒരുപാട് പേരെ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് അവർ ഇത്രയും എമൗണ്ട് കൊടുക്കുന്നത് ഡയക്കോണിക്കാർ. അപ്പൊ എപ്പോഴും ഡയക്കോണി എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. എല്ലാം ഒരുപോലെയാണ് കേട്ടോ. അതായത് ഇപ്പം എമൗണ്ട് മാറിയത് കൊണ്ട് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ ഓർഗനൈസേഷനും നല്ലതാണ്. പിന്നെ ഓരോരോ ഡിഫറൻസ് വരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഏജൻസി വഴി നാട്ടിൽ നിന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവരോട് ചോദിക്കുക ഏത് ഓർഗനൈസേഷന്റെ കീഴിലാണ് വരുന്നത്. അപ്പം ഡൈക്കോണി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷേ ഏത് കിട്ടിയാലും നിങ്ങൾ നോക്കിക്കോ, കാരണം നമുക്കിവിടെ കിട്ടാൻ പാടാണ്. എന്നാലും ഞാൻ കുറച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട് എന്ന് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാലോ, ഒരുപാട് ഓപ്ഷൻസ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൈക്കോണിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഹോസ്പിറ്റൽ ഓൾഡ് ഏജ് ഹോം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു FSC എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ചേച്ചി, ഇപ്പം എന്താ ചെയ്യുന്നത്, FSC കിട്ടിയോ എന്നൊക്കെ. അപ്പോൾ ഓൾറെഡി ഞാൻ FSC എങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. FSC നമുക്ക് എന്താ പറയാ, നമ്മളിവിടെ വന്ന് ഇപ്പം ചില പിള്ളേർ എനിക്ക് തോന്നുന്നു വരുന്നതേ ഒരു പെട്ടെന്ന് ഒരു 6 മാസം കഴിഞ്ഞ് മാറാനുള്ള ഒരു മൈൻഡ് സെറ്റോടെയാണ്. അപ്പം അങ്ങനെയുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ വരുമ്പോഴേ നോക്കണം. ഇപ്പം ഞാൻ 1 ഇയർ ആയിട്ട് 1 ഇയർ ആവാറാവുന്നു. അപ്പം ഞാനൊക്കെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പം എനിക്ക് ഇനി എക്സാം എഴുതി എടുക്കണം. അപ്പം ഞാനിപ്പോൾ ക്ലാസ്സിന് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് എന്തായാലും ഇപ്പോൾ B1 കഴിയുന്നേ ഉള്ളൂ ഞാൻ. അപ്പോൾ B2 ആകുമ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇയർ ആവും. അപ്പം സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇന്റർവ്യൂവും കാര്യങ്ങളും അറ്റൻഡ് ചെയ്ത് അവർക്ക് ഓക്കെ ആണെങ്കിൽ എടുത്തിട്ട് അങ്ങനത്തെ രീതിയിലാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് എക്സാം എഴുതി എടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം എന്താ പറയുക, ഞാൻ ഇപ്പോഴും നോക്കിയപ്പോൾ ഒരുപാട് സ്ഥലത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. എക്സാം എഴുതിയിട്ട് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. 1-2 ഇന്റർവ്യൂ ഒക്കെ എനിക്ക് കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് കിട്ടും, കിട്ടാതിരിക്കുകയൊന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മുടെ ഹോസ്റ്റ് ഫാമിലിയോടും പറഞ്ഞ് അവരും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടും. അതായത് അവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പിടിച്ച് സംസാരിപ്പിക്കുകയോ, അതായത് ഇങ്ങനെ ഔട്ട് പേർ ഞങ്ങളുടെ വീട്ടിലുണ്ട്, ആ കുട്ടി നന്നായിട്ട് പണിയെടുക്കും, നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെ ആവശ്യമുണ്ട്. കാരണം ഇവിടെ പൊതുവെ ആരും ഈ പറഞ്ഞ FSCക്കൊന്നും ഇതുപോലെ ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും ഒന്നും ഇവിടുത്തെ ആൾക്കാർ പൊതുവെ നിൽക്കത്തില്ല. അപ്പം ഇവർക്ക് പൊതുവെ ഇങ്ങനെ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം. അപ്പം നമ്മൾ ഫാമിലിയെ കൊണ്ട് അവരവിടെ ഒന്ന് ജർമ്മൻകാരനല്ല, അപ്പം അവരെ കൊണ്ട് അങ്ങനെയൊക്കെ വിളിച്ചൊന്ന് സംസാരിപ്പിച്ച് ഇന്റർവ്യൂ വരെ കാര്യങ്ങളൊക്കെ എത്തിച്ച് ഇന്റർവ്യൂ നമ്മൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം സെറ്റ് ആവും, എല്ലാം കിട്ടും. പിന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ കാണും. എനിക്കൊന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇന്റേൺഷിപ്പിന് നമ്മളെ വിളിക്കും. ഇന്റേൺഷിപ്പിന്റെ അന്ന് വിളിക്കുമ്പോൾ ഇവർ നമ്മളെ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അവർ നോക്കും പേഷ്യൻസിന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര പെർഫെക്റ്റ് ജർമ്മൻ വേണമെന്നൊന്നുമില്ല. ഇത് മനസ്സിലായാൽ മതി, പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായാൽ മതി. അങ്ങനെ നോക്കും. ഇന്റേൺഷിപ്പ് ഒക്കെ നമുക്ക് അവർക്ക് ഓക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ അവർ നമ്മളെ എടുക്കും. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഒരു 2 മാസമൊക്കെ മതി വിസയുടെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടിയാൽ പോലും അവർ നമുക്ക് കുറേ പേപ്പേഴ്സ് അയച്ചു തരും. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലെ ഡീറ്റെയിൽസ് നമുക്ക് പുറത്ത് അയക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഹോസ്പിറ്റലിലെ പേര് വെച്ച് നമുക്ക് ഫോട്ടോയോ സെൽഫിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എവിടെ ഇടാൻ പാടില്ല. പിന്നെ അവിടുത്തെ പേഷ്യൻസിന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പുറത്ത് ആരോടും പറയാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറേ കോൺട്രാക്ട്, കുറേ കാര്യങ്ങൾ സൈൻ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിസയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ചില എംബസി, അതായത് ഇപ്പം ഞാനിപ്പം നിൽക്കുന്നത് ഒരു കൺട്രി സൈഡ് പോലെ. അപ്പം ഇവിടെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് കിട്ടാൻ എംബസിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഒരുപാട് സിറ്റി ഏരിയകളിൽ NRV ഒക്കെ സ്ഥലത്ത് ഒരുപാട് പിള്ളേർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. 5-6 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോഴേ എന്താണെങ്കിലും എന്തെങ്കിലും അപ്പോയിന്റ്മെന്റ് ആണെങ്കിലും ഇപ്പോഴേ എടുത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ റെഡിയായി. കാരണം നമുക്ക് ജസ്റ്റ് മെയിൽ അയച്ചാൽ മതിയായിരുന്നു. അവർ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് അയച്ചു തരും. അത് പ്രിന്റ് ചെയ്യുക, അതിൽ കുറച്ച് ഫില്ല് ചെയ്യുക, അയച്ചു കൊടുക്കുക. പിന്നെ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നിങ്ങളിപ്പം 1 ഇയർ നിൽക്കാതെ 6 മാസം കഴിഞ്ഞ് മാറാൻ നിൽക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ അല്ല കിട്ടുക. ഇപ്പം നിങ്ങളിവിടെ വന്നു, അപ്പം നിങ്ങൾക്ക് FSCയിലോട്ട് 6 മാസം കഴിഞ്ഞിട്ട് മാറണം. അപ്പം നിങ്ങൾക്ക് ഒരു FSC റെഡി ആയെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ വിസ മാറ്റണമല്ലോ. വിസ മാറ്റുമ്പോൾ നിങ്ങൾക്ക് വിസ അല്ല കിട്ടുക. കാരണം നിങ്ങൾക്ക് ഓൾറെഡി 1 ഇയർ വിസ കിടപ്പുണ്ട്. അപ്പോൾ വിസ മാറ്റത്തില്ല. അവർ ഫിക്സിയോൺ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് തരും. അതായത് വിസ പോലെ തന്നെ. അപ്പം നിങ്ങളുടെ 1 ഇയർ കഴിഞ്ഞാലും നിങ്ങൾക്ക് വിസ അടിച്ച് കിട്ടുള്ളൂ. പക്ഷെ ആ അത്രയും നാൾ നിങ്ങൾക്ക് നിൽക്കാനുള്ള ഫിക്സിയോൺ എന്ന് പറഞ്ഞൊരു പേപ്പറാണെന്ന് തോന്നുന്നു. അതോ പാസ്പോർട്ടിൽ അടിക്കുകയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിൽക്കാം 1 ഇയർ വരെ. 1 ഇയർ കഴിയുമ്പോൾ നിങ്ങളുടെ വിസ ചേഞ്ച് ആവും. ഇങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇൻഫർമേഷൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറയുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല. എൻ്റെ അറിവിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ ഫ്രണ്ട്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് ഞാൻ എപ്പോഴും വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് സത്യമാവണം എന്നൊന്നുമില്ല.
പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇതുപോലെ യൂട്യൂബിലിട്ട വീഡിയോയ്ക്കൊക്കെ ഒരുപാട് കമൻസും വ്യൂസും എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടതിൽ. എനിക്ക് ഒരുപാട് പറ്റുന്നവർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. അത് ഒന്നും വിചാരിക്കരുത്. കാരണം എനിക്കിപ്പോൾ ഇവിടെ പിള്ളേർ ഭയങ്കര വലുതായി. അവർക്ക് പല്ലൊക്കെ വന്നു. നമ്മൾ ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് പിള്ളേർ വലുതാവും തോറും അറിയാലോ, വാശി കൂടും. 2 പേരുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പോലും ചെയ്യാത്തത്. അപ്പം അതുകൊണ്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ ഉടനെ ഇതിനെല്ലാത്തിനും ഇതിൻ്റെതായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അതാവുമ്പം നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ എന്തായത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.